ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം, വായ്ത്താരിയിലേക്ക് സ്വാഗതം. കോട്ടയം കഥകളുടെ ആധികാരികതയിൽ നിന്നുകൊണ്ട് കോട്ടയം കഥകളിലെ കഥാപാത്രങ്ങളെ തൻ്റേതായ ശൈലിയിലൂടെ വളരെ കൃത്യമായി അത് പുതിയ ആസ്വാദകരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാൻ സാധിക്കുക. നളചരിതം പോലുള്ള കഥകളിലെ നളൻ, ബാഹുകൻ തുടങ്ങിയ കഥാപാത്രത്തെ നേരത്തെ പറഞ്ഞ ചൊല്ലിയാട്ടത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് തന്നെ ലോകധർമ്മിയുടെ സങ്കേതങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ആസ്വാദകരെ കൂടി കഥകളിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുക. അഭിനയത്തിൻ്റെ തീവ്രമായ ഏത് അഭിനയ സാധ്യതകളും അത് തീവ്രതയോടൊപ്പം തന്നെ വളരെ ലഘുവായി അഭിനയിച്ച് താൻ ഉദ്ദേശിക്കുന്ന ഏത് ഭാവമാണോ ആസ്വാദകരിലേക്ക് എത്തിക്കേണ്ടത് അതിന് സാധിക്കുക. മുദ്രകളുടെ താണകാലത്തിലുള്ള അവതരണത്തോടൊപ്പം മുറുകിയ കാലത്തിലുള്ള അവതരണത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കഥകളിയിൽ കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുക. ഇത്തരം ധാരാളം വിശേഷണങ്ങളുണ്ട്. ഈ വിശേഷണങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന്. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് മുന്നിൽ വരുന്നത്. ഈ വായ്ത്താരിയിലേക്ക് അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് എനിക്ക് തീരാത്ത സന്തോഷമുണ്ട്. ഗോപിയാശാനെക്കുറിച്ചാണ് രണ്ട് വാക്ക് പറയുന്നത് എന്നുള്ളതിൽ എനിക്ക് പരിഭ്രമവുമുണ്ട്. എന്നിരുന്നാലും ഗോപിയാശാൻ്റെ അരങ്ങിലെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ആ സന്തോഷം മതിമറന്നു പോകും. ഓരോ കഥാപാത്രത്തും അദ്ദേഹം ചെയ്യുന്ന ആ അവതരിപ്പിക്കുന്നതിലുള്ള നീതി, അത് പൂർണ്ണമാവാൻ ഉള്ള പരിശ്രമങ്ങൾ ഒക്കെ നമ്മൾ അരങ്ങിൽ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അത് കോട്ടയം കഥകളുടെ അർജുനനാവട്ടെ, ഭീമനാവട്ടെ, ധർമ്മപുത്രരാവട്ടെ, നളചരിതത്തിൽ ഒന്നാം ദിവസത്തിലെ നളനെ അവതരിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും ശുഷ്കാന്തിയവും ഒക്കെ നമ്മൾ നിരവധി അരങ്ങുകൾ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ രുക്മാംഗീരഥൻ, കർണൻ തുടങ്ങിയ ഇതര കഥാപാത്രങ്ങളും. ഇതിനൊക്കെ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന കഥകളിയുടെ സങ്കേതത്തിൽ അല്ലെങ്കിൽ ചൊല്ലിയാട്ടത്തിലുള്ള ശുഷ്കാന്തി, അത് കലാശമെടുക്കുമ്പോഴാവട്ടെ, അത് ഇരട്ടികളെടുക്കുമ്പോഴാവട്ടെ, വട്ടമച്ചലാശങ്ങൾ എടുക്കുമ്പോഴാവട്ടെ, അദ്ദേഹം ആ കഥകളിത്തം വിടാതെയുള്ള അവതരണങ്ങൾ, ഒപ്പം ലോകധർമ്മിയുടെ ചെറിയ ചെറിയ അംശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖത്തിൻ്റെ ഭാവത്തോടൊപ്പം ചില നിശ്ചലമായ ചില ദൃശ്യങ്ങളിലൂടെ വളരെ പെട്ടെന്ന് സാധാരണ ആസ്വാദകനെ കൂടി കഥകളിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി, കഥകളി സംഗീതത്തിൻ്റെ ആ താളത്തിൽ അല്ലെങ്കിൽ രാഗത്തിൽ, അതിൻ്റെ ഭാവത്തിൽ കൊണ്ടുകൊണ്ട് സംഗീതത്തിനോടൊപ്പം മുദ്രയോടൊപ്പം സംഗീതവും എന്ന പോലെ ചെയ്യാൻ സാധിക്കുക.
ഞാൻ പറയുമ്പോൾ എനിക്ക് മേളത്തെക്കുറിച്ച് കൂടി പറയാതിരിക്കാൻ വയ്യ. ഒരു കഥകളി മേളത്തിൻ്റെ വളർച്ച എന്നത് കഥകളി നടനെ കേന്ദ്രീകരിച്ചാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ചെണ്ടക്കാരനാണ് ഞാൻ. ചെണ്ടകലാകാരനാണ്. കഥകളി നടൻ്റെ രംഗത്തെ അവതരണത്തിലൂടെയാണ് കഥകളി മേളം വളരുന്നത്, അത് ഉയരുന്നത്, അതിന് പുതിയ പുതിയ ആവിഷ്കാര അല്ലെങ്കിൽ മേളത്തിലുള്ള വളർച്ചയുണ്ടാവുന്നത്. അതിനൊക്കെ കാരണം ഈ കലാമണ്ഡലം ഗോപിയാശാൻ്റെ രംഗത്തെ പദത്തോടൊപ്പം തന്നെ പദത്തിന് ശേഷമുള്ള ആട്ടങ്ങൾ വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേളത്തെ ഇത്ര കണ്ട് സ്വാധീനിച്ച ഒരു പച്ചവേഷം കൈകാര്യം ചെയ്യുന്ന നടൻ എന്നത് വളരെ എടുത്തു പറയേണ്ടതാണ്. ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെന്തായാലും കഥകളി അരങ്ങിൽ അദ്ദേഹം കഥകളിയുടെ ശാസ്ത്രീയതയിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തെ ആസ്വാദകരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കഥകളി എന്ന വിശ്വോത്തര കലയെ വളരെ ജനകീയമാക്കാൻ ശ്രമിച്ച നടനാണ് കലാമണ്ഡലം ഗോപിയാശാൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഗോപിയാശാനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിൽ ലേശം പരിഭ്രമമുണ്ട്. 2 വാക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് ഈ വായ്ത്താരിയിൽ പങ്കെടുത്തതിൽ എനിക്ക് തീരാത്ത നന്ദിയും കടപ്പാടും അദ്ദേഹത്തോടുമുണ്ട്. അതിലേറെ സന്തോഷവുമുണ്ട്. ഞാനത് ഇവിടെ പറയുന്നു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് KB രാജാനന്ദ് എന്ന കഥകളി നിരൂപകൻ, കഥകളി ആസ്വാദകൻ, അല്ലെങ്കിൽ കഥകളി പ്രേമി, എഴുത്തുകാരൻ എന്നൊക്കെ നിലയിൽ പ്രശസ്തനായ KB രാജാനന്ദാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം കഥകളി കണ്ടും പഠിച്ചും വളർന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റിൻ്റെ സമാരോഹം, കഥകളി സമാരോഹം എന്ന പരിപാടിയിൽ കഥയെയും കഥാപാത്രത്തെയും നടനെയും കലാകാരന്മാരെയും അവതരിപ്പിച്ചതിലൂടെ ലോകശ്രദ്ധ നേടിയ വ്യക്തിയാണ് KB രാജാനന്ദ്. നിരവധി തവണ ശില്പശാലകൾ നടത്തി കഥകളി കലാകാരന്മാരുടെ ഉള്ളിലുള്ള ആവിഷ്കാര പദ്ധതിയെ ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമുക്കേവർക്കും അറിയാവുന്നതാണ്. നിരന്തരമായി പ്രഭാഷണങ്ങൾ നടത്തി കഥകളിയുടെ ചരിത്രത്തോടൊപ്പം പുതിയ കഥകളെ, പുതിയ കലാകാരന്മാരെ, പുതിയ അവതരണങ്ങളെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. കഥകളി കണ്ടും കേട്ടും എഴുതിയും പരിചയപ്പെടുത്തിയുമുള്ള ഒരു വ്യക്തി കഥകളി എന്ന കലയ്ക്കൊപ്പം പ്രചരിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് പുറത്ത് നിരവധി തവണ വിദേശ യാത്ര നടത്തിയ വ്യക്തികൾ ഒരുപക്ഷെ പ്രമുഖൻ KB രാജാനന്ദായിരിക്കാം. എങ്ങനെയും KB രാജാനന്ദാണ് ഇന്ന് കലാമണ്ഡലം ഗോപിയാശാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഈ 2 വ്യക്തികൾ ഇതിന് ലഭിച്ചു എന്നതിൻ്റെ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എല്ലാവരെയും ഇത് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ 2 പേർക്കുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമസ്കാരം ഗോപേശൻ. നമസ്കാരം രാജാനന്ദ. ഇപ്പോൾ കഥകളി മേള സഞ്ചാരം എന്ന് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വീഡിയോ പ്രസിദ്ധീകൃതമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വായ്ത്താരി എന്ന രീതിയിൽ ആചാര്യന്മാരുടെ വാക്കുകൾ സമാഹരിച്ച് സൂക്ഷിക്കുക എന്നൊരു പദ്ധതിയുമായിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട്
ആശാനുമായി സംസാരിക്കാനൊരു സന്ദർഭം സിദ്ധിച്ചതിൽ എൻ്റെ സന്തോഷം ഞാൻ ആദ്യം ഒന്ന് രേഖപ്പെടുത്തട്ടെ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഗോപിയാശാനായിട്ട് ഇതുപോലൊരു അഭിമുഖം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും വീണ്ടും ഒരവസരം കിട്ടി. അത് നമ്മൾ അല്ലാണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിമുഖം പതിവുണ്ട്. അത് ഔപചാരികമായിട്ടല്ലാതെ മാത്രം. അതെ, അത്ര അത് അങ്ങനെ ശരിയാണ്. അല്ല, ഇതിപ്പോൾ ഈ വായ്ത്താരി മേളത്തിൻ്റെ വായ്ത്താരി പറയാന്നോ എന്താ ഈ വായ്ത്താരിയുടെ കാര്യം എങ്ങനെയാണ് ഇതിൻ്റെ? അങ്ങനെയല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ആശാൻ്റെ മനസ്സിനകത്തൊരു മേള സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആശാൻ അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും ബോധ്യമാണ്. കാരണം മേളത്തോട് അത്ര ചേരുന്ന രീതിയിൽ കഥകളിയിലെ മുദ്രാവിന്യാസത്തിൻ്റെ ഒരു ഭാഷ നിർമ്മിക്കാൻ ഈ കണ്ട കാലയളവിനുള്ളിൽ ഗോപിയാശാൻ നിഷ്കർഷിച്ചിട്ടുണ്ട് എന്ന് തർക്കിക്കേണ്ട. അത് യാതൊരു സംശയവുമില്ലാതെ എല്ലാ പ്രേക്ഷകരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനൊരു കാരണം ഉണ്ടാവും. വാദ്യമായിട്ടായിരുന്നോ കുട്ടിക്കാലത്തെ ബന്ധം? വാദ്യത്തോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. ആ കാര്യം ശരിയാണ്. പക്ഷേ കൂടുതലും അതായിട്ട് അടുപ്പം അധികം ഉണ്ടായിരുന്നു എന്ന് പറയുക. നമ്മളുടെ ഈ നാട്ടിലത്തെ അമ്പലത്തിൽ മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം അല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനോടൊക്കെ ഒരു അങ്ങനെ എഴുകിച്ചേരുക ഉണ്ടല്ലോ. എഴുകിച്ചേരുക കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നിയിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ലയിച്ചുകൊണ്ട് പോവുക. ആ കൂട്ടുകാരനാവണമെന്ന് മനസ്സിലാഗ്രഹിച്ചില്ല. കൂട്ടുകാരനൊന്നും ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അതിപ്പോൾ നിങ്ങളിതുവരെ ചോദിച്ചിട്ടില്ല, ഇത് ഇവിടേക്കുള്ള ആവശ്യമുള്ളതല്ല എങ്കിൽ പോലും പറയാം. എല്ലാവരും ഇപ്പോൾ കഥകളി വേഷം കണ്ടിട്ട് അല്ലെങ്കിൽ കഥകളി കണ്ടിട്ട് മനസ്സിൽ അങ്ങേയറ്റവും ഭ്രമം തോന്നിയിട്ട് ചേർന്നതാണ് കഥകളി പഠിക്കാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ലെവലേശു തോന്നാതെയാണ് ഞാൻ പഠിച്ചത്. കഥകളി എന്നുള്ളത് എന്താണെന്ന് അറിയാതെ, കഥകളിയോട് ഒട്ടും ഭ്രമമില്ലാതെ കഥകളി പഠിച്ചു. ആ കഥകളി പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കഷ്ടിച്ച് കഥകളിയുടെ അതിൽ തന്നെ അത് നേരെയാക്കി കൊണ്ടുവരണം എന്നുള്ള ബുദ്ധി മനസ്സിൽ തോന്നിയിട്ടുള്ളത്. അതുവരെ അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല, പഠിക്കുന്ന കാലത്തും തോന്നിയിട്ടില്ല. ഒരു ഒരുപാടുമാതിരി അധികം ഗുരുനാഥന്മാരുടെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം എന്നൊക്കെ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ കഥകളിയുടെ ചിട്ടവട്ടങ്ങളോ അതിൻ്റെ ബേസിക്കായിട്ട് എന്താണ് കാര്യങ്ങളോ എന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പറഞ്ഞെങ്കിൽ അങ്ങനെ വിസ്തരിച്ചിട്ട് ഇപ്പോൾ ചൊല്ലി അടിപ്പിക്കുകയായാലും വേണ്ടില്ല. വേഷത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാമെന്നല്ലാണ്ട് മറ്റേ ഈ മേളത്തിൻ്റെ കാര്യമോ പാട്ടിൻ്റെ കാര്യമോ ഇതൊന്നും പാടുന്ന ആൾക്കാരുടെ കാര്യമോ മേളം കൊട്ടണ ആൾക്കാരുടെ കാര്യമോ ഇതൊന്നും പറഞ്ഞു തന്നിട്ടുമില്ല. അല്ല, അതൊക്കെ ശരിയാവാം. പക്ഷേ എനിക്കിപ്പോൾ അനുഭവമുള്ള കലാമണ്ഡലം ഗോപിയാശാൻ ഒരു പഞ്ചവാദ്യം കാലിട്ടാൽ അത് ത്രിപുട കലാശം വരെ മുഴുവൻ ഇരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യമല്ല കണ്ടിട്ടുള്ളൂ. അത്ര പഞ്ചവാദ്യമായാലും തായമ്പകയായാലും മുമ്പിലിരുന്ന് കേൾക്കുന്ന ഒരു ചെവി അത് ഈ പഠിക്കുന്ന കാലത്ത് തന്നെ രൂപപ്പെട്ടതാവില്ലേ? അതെ, ശരിയാണ്, വാസ്തവമാണ്. അതും പറഞ്ഞാൽ ഈ പഞ്ചവാദ്യം ആയാലും വേണ്ടില്ല, മേള ആയാലും വേണ്ടില്ല, തായമ്പക ആയാലും വേണ്ടില്ല, ഇതിനോടൊക്കെ ഒരു മനസ്സിൽ കമ്പം തോന്നിയിട്ടുള്ളത്, അതായത് കേൾക്കണമെന്നും കാണണമെന്നും അത് കണ്ടിട്ട് ആസ്വദിക്കണമെന്നും എത്തൊരു തോന്നൽ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ പഠനകാലം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ പിന്നെ കാണുമ്പോഴൊക്കെയും നമുക്ക് അതിനോട് ഇങ്ങനെ ലയിച്ചിട്ട് അതായത് മനസ്സിലാക്കണം അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എന്നുള്ളത് സ്വയം മനസ്സിൽ അതിനോടൊരു ആരാധന, അതായത് എല്ലാറ്റിനോടും പ്രത്യേകിച്ചും പഞ്ചവാദ്യത്തിനോട് ആണ് കൂടുതൽ ഒരു ആരാധന വന്നിരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നമനയുടെ ത്രയമുണ്ടല്ലോ, ആ ത്രയത്തിൽപ്പെട്ട പരമേശ്വരന്മാരുണ്ടല്ലോ, പീതാംബരന്മാരാർ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരുന്നു. അല്ല, പരമേശ്വരന്മാരാരുടെ മരുമകനാണല്ലോ പീതാംബരന്മാരാർ അല്ലേ? അച്യുതമാരാർ, പീതാംബരമാരാർ, പരമേശ്വരന്മാരാർ താണല്ലോ ത്രയം. അത് അങ്ങനെയാണെങ്കിൽ തന്നെ പീതാംബരന്മാരാണ് ഇളയത്. അനിയൻ തന്നെയാണ്, മരുമകനല്ല, അനിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ട് തിച്ചൂർ മണിയൻ്റെ മദ്ദളം ഉണ്ടല്ലോ, അതേമാതിരി തന്നെ ഈ
അതങ്ങോട്ട് കഴിഞ്ഞിട്ട് അവരുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് അപ്പോൾ അന്ന് ഈ ചാലക്കുടി നമ്പീശൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് അല്ലാണ്ട് പിന്നെ നമ്മളുടെ പല്ലാവൂർ മണിയൻ, പല്ലാവൂർ മണിയനും. അപ്പോഴേക്കും കുളംകലത്ത് നാരായണൻ നായരാവും. അതെ, നാരായണേരെ കഴിഞ്ഞിരിക്കുന്നു. നാരായണേരെ കഴിഞ്ഞ മുമ്പേ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പല്ലാവൂർ മണിയൻ്റെ കാലത്ത് ശിവനാണ് പിന്നെ കൂടുതലുള്ളത്. അന്ന് പക്ഷേ ഇവരും ഉണ്ട് കേട്ടോ. അതായത് മണിയനും ഉണ്ട് അന്ന്. അപ്പോൾ അന്നത്തെ ഞങ്ങളിപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം പീതാംബരമാരാരും മണിയനും ഉള്ള കൊട്ടുണ്ടല്ലോ, താണകാലം പതികാലം കൊട്ടുമ്പോണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ തോന്നിത്തുടങ്ങി. പക്ഷേ അതിന് കാരണക്കാർ ഇവർ രണ്ടുപേരാണ് അർത്ഥം. അതായത് മനസ്സിൽ ഇങ്ങോട്ട് പതിയ അങ്ങനെ ഉണ്ടല്ലോ, ആ പതിച്ചിലാണ് അതിൻ്റെ. അങ്ങനെയുള്ള ഭ്രമം തോന്നിയിട്ടുണ്ട് ഇവരായിട്ട്, ഇങ്ങനെ കൊട്ടിനോടും ഒക്കെ ഈ ഭ്രമം. അതേമാതിരി തന്നെ തായമ്പക തൃത്താല കേശവനാണ് മനസ്സിനെ പിടിച്ചു വലിച്ചത്, പറയാതെ വയ്യ. ഒരുപാട് കേശവപ്പാട് തായമ്പ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ല അതേമാതിരി തന്നെ അച്ഛൻ്റെ, അതായത് രാംപുതാളി കേട്ടിട്ടുണ്ട്. ശിവരാംപുതാളി അല്ല, ശിവരാംപുതാളല്ല, കുഞ്ഞിഷ്ടപ്പുതാളി, ശിവരാംപുതാളി, ഇതൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നീട്ടു പോകാൻ തോന്നാറില്ല. അല്ല അങ്ങനെയും കൂടി ഉണ്ട് അതിലർത്ഥം. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് തുടങ്ങിയെന്ന് അർത്ഥമാണ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് കൃത്യമായി ഉത്തരമായി. ഇങ്ങനെ കേൾക്കുന്ന ഈ തായമ്പകയും പഞ്ചവാദ്യവും ഒക്കെ എവിടേക്കോ സ്വാധീന ശക്തിയായി മനസ്സിൽ പ്രവർത്തിക്കുകയും കഥകളി വേഷം ചെയ്യുമ്പോൾ ആ മേളത്തോട് സമരസപ്പെടുത്തി തൻ്റെ ഘടനയെ അങ്ങനെ വിന്യാസത്തിന് ഒരു പൂർണ്ണത വരുത്താനും ഒരു ശ്രമം സ്വാഭാവികമായിട്ട് മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അത് ഉണ്ടാവുക ഈ സ്വാധീനവും മേളത്തിൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ സാധ്യതകളെ തൻ്റെ വേഷത്തിന് ഉപയോഗിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അത് നടത്തിയത് ബോധപൂർവം നടത്തിയതിൻ്റെ വല്ല അനുഭവങ്ങൾ അങ്ങനെ പറയാൻ അല്ല. ബോധപൂർവം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പറയാം. അതായത് ഞാൻ കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞിട്ട് മുമ്പേ ആണോന്നല്ല ഓർമ്മയില്ല, ശരിക്കുള്ള ഓർമ്മയില്ല. പക്ഷേ അന്നൊക്കെ ആദ്യം മൂത്തവന തിരുമേനിയുടെ കൊട്ട്, വെങ്കൃഷ്ണവാര്യരുടെ ചപ്പാട്ട്, അങ്ങനെയല്ലോ. വെങ്കൃഷ്ണവാര്യരും നമ്പിയാശാനും, മൂത്തവന തിരുമേനി, അതേമാതിരി തന്നെ മാധവൻ നായർ, മനസ്സിലായില്ലേ? അല്ല അന്നൊക്കെ ഞാൻ ആദ്യസ്ഥാനക്കാരനായിട്ടില്ല. കുട്ടിത്തരം വല്ലതുണ്ടെങ്കിൽ കിട്ടും, ഇത്രയ്ക്കിനെ ആയിട്ടുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഇത് നിലവാരം അവരുടെ കൊട്ടും ഇതൊക്കെ കൂടി കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വേഷക്കാർ ചെയ്യണതും ഇതും കൂടിയിട്ടുണ്ടല്ലോ, ഈ കൊട്ടുകളും കൂട്ട്. അപ്പോൾ ഇവർ പാടുന്നത് അവർ തന്നെയാണ്, കൊട്ടണത് ഇങ്ങനെയാണ്. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ട്. അത്രയ്ക്കൊന്നും അവിടേക്കൊന്നും എത്തിയിട്ടില്ല ഞാൻ, എങ്കിലും ശരി കുട്ടി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലൊരു ഒരു ഒരു ഇതിങ്ങനെ ആ മുദ്രയ്ക്ക് ഏതെങ്കിലും മുദ്ര, ആ മുദ്രയ്ക്ക് ഇങ്ങനെ കൂടുതലല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് മനസ്സിൽ. അത് അന്ന് തന്നെ ചില ദുഷിച്ച ചോദ്യങ്ങളോ അല്ലെങ്കിൽ ദുഷിച്ച വിചാരങ്ങളോ എന്ന് തന്നെ പറയാം. അല്ല മറിച്ചും പറയാം, ആ കുട്ടിന് ഇങ്ങനെയല്ലേ മുദ്ര വിടണ്ടേ എന്നും ആവാം. അതെ അതന്നെ. അല്ല മുദ്ര വിടണ്ടേന്നും ആവാം. അല്ല മുദ്രയ്ക്ക് ഇങ്ങനെ കൊട്ടുക എന്നല്ല. അല്ല അതിപ്പോൾ വേറൊരു കാര്യങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് പ്രായമായി വെച്ചാൽ 58 മുളക്കെന്ന് വിചാരിക്കുക, അതാ ഭേദം. അപ്പോഴേക്കും ഈ മൈനർ സെറ്റ് കളി തുടങ്ങിയല്ലോ, നായക വേഷങ്ങൾ കെട്ടാൻ തുടങ്ങി. ആ കാലം മുതൽക്കാണ് കൊട്ടിനോട്, അതായത് കൊട്ട് നമ്മളുടെ കൂടെ യോജിച്ച് പോയാലാണ് എന്തിനും സുഖം കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുള്ളത്. അതിപ്പോൾ മൈനർ സെറ്റ് അല്ലെങ്കിലും മേജർ സെറ്റ് ആണെങ്കിലും വേഷം കെട്ടുമ്പോൾ പിന്നിൽ കൊട്ടണത് മിക്കതും ഒന്നുകിൽ പുതുവളാശനാവും, കൃഷ്ണകുട്ടി പുതുവളാശനാവും, ആ പൊടികളും. ഇതല്ലെങ്കിൽ പിന്നെ ഉള്ളത് അന്ന് പ്രധാനമായിട്ടും ചന്ദ്രമണ്ണാടിയാർ, മനസ്സിലായില്ലേ, നമ്പീശൻകുട്ടി, അങ്ങനെ ഉണ്ടല്ലോ. അല്ല അത്രയ്ക്ക് പിന്നെ അച്ഛൻ്റെ പുതുവാള്, അത് അച്ഛൻ്റെ പുതുവാള്, നമ്പീശൻകുട്ടി, അങ്ങനെയൊക്കെയാണ്. ഈ ഇതിലിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ആ കൊട്ട് നമ്മൾക്ക് മുദ്രയ്ക്ക് യോജിക്കുന്നില്ലെങ്കിൽ മനസ്സിൽ തോന്നാറുണ്ട്, അത് ഇന്നത് മാതിരി വന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. പക്ഷേ അവരോട് പറയാനോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാവം മാറ്റാനോ
തയ്യാറായിട്ടുമില്ല. അവരെ തിരുത്താൻ ഉള്ള അയ്യോ ധൈര്യം വന്നിരുന്നില്ല. അയ്യോ ഒരിക്കലുമില്ല. അല്ല, തിരുത്താനല്ല, അവരോട് നേരിട്ടിട്ട് പറയാൻ പോലും മനസ്സിൽ വിചാരിച്ചിട്ടുമില്ല, പറയാൻ പറ്റൂല. പക്ഷേ മനസ്സിൽ തോന്നിയിരുന്നു. അല്ല, ഇത് ലളിതമായിട്ട് വേറെ ചോദിക്കാം. ഈ പൊതുവാളാശാൻ കുട്ടിത്രയം എന്നൊക്കെ പറയാറുണ്ട്. പൊതുവാളാശാന്മാരും രാമുട്ടേശാനൊക്കെ പാടെ രാവണി മേനോനാശാൻ കളരിയിൽ നിന്ന് വികസിച്ചൊരു മേളം എന്ന് പറയുമ്പോൾ മിക്കവാറും അത് കത്തിവേഷങ്ങളുടെ രംഗപ്രകടനമായിട്ട് ബന്ധപ്പെട്ട മേളത്തിനായിരുന്നു അങ്ങനെ ഒരു സംവിധാനക്രമം വികസിച്ചത്. പച്ചവേഷങ്ങൾക്ക് ഒരു പുതിയ മേള സംവിധാനം രൂപപ്പെട്ടത് കഥകളിയുടെ ചരിത്രം പരിശോധിച്ചാൽ കലാമണ്ഡലം ഗോപി എന്ന വേഷക്കാരനോട് കൂടിയാണ് എന്ന് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് പറയുന്നതല്ല, ഏവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അത് അംഗീകരിക്കുന്നത് ശരിയായിരിക്കും. പക്ഷേ ഞാൻ കാരണമാണ് എന്ന് പറയുന്നതിൽ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു തരാൻ തയ്യാറില്ല. അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. അല്ല, ഈ ഒന്നാം ദിവസം നടനായാലും കർണനായാലും അങ്ങനത്തെ രുക്മാംഗതനായാലും അത്തരം വേഷങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ആട്ടങ്ങൾ, മുദ്രകളുടെ നീളങ്ങൾ, ഇതൊക്കെ ഈ മേളായിട്ട് ബന്ധപ്പെടുത്തി നിർണയിച്ചതാണ്. അതെ. മുദ്രയുടെ നീളുമ്പോൾ ഗോപിയാശാൻ നിർണയിക്കുന്നത് ഏവർക്കും അറിയാം, ആ വാക്കിൻ്റെ മുകളിൽ വരണം എന്ന് നിഷ്കർഷിക്കും. അപ്പോൾ അത് മുദ്ര വിടുന്നത് എവിടെയാണ്, പൂർത്തിയാകുന്നത് എവിടെയാണ് എന്നതിനൊരു കണക്കുണ്ടായി. ആ കണക്കിന് യോജിക്കുന്നൊരു മേളവും പശ്ചാത്തലത്തിലുണ്ടായി. അത് ചൊല്ലിയാട്ടത്തെ അല്ലെങ്കിൽ പദങ്ങളുടെ ആവിഷ്കാരത്തെ സംബന്ധിച്ച്. അതല്ലാത്ത മനോധർമ്മ അട്ടങ്ങളിൽ ഓരോ സന്ദർഭത്തിന് ഭാവാനുസാരിയായി കാലത്തെ മുകളിലേക്ക് കൊണ്ടുപോയും താഴത്തേക്ക് വലിച്ചും ഈ അരങ്ങത്ത് ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായി മേളം പിൻപറ്റുന്ന രീതി വരണമെങ്കിൽ അതിനൊരു മേളായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മുദ്രകളുടെ വിന്യാസത്തെ ക്രമീകരിക്കുക എന്നൊരു ചുമതല വേഷക്കാരൻ നടത്തേണ്ടി വരും. ഇത് നടത്തിയിട്ടുണ്ട്. അത് നടത്തി പച്ചവേഷത്തിന് ഒരു കൊട്ടുക്രമം ഉണ്ടാക്കാൻ അനുഗുണമാകുന്നൊരു വേഷം മുമ്പിലേക്ക് കഥകളിക്ക് സംഭാവന ചെയ്തു. അതായിരിക്കും ഒരു പക്ഷേ ചരിത്രത്തിൽ കലാമണ്ഡലം ഗോപി ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറയേണ്ടി വരും. ശരിയായിരിക്കാം എന്ന് പറയണു. അതായത് ഞാനും പറയണു, അപ്പോൾ അത് നിഷ്കർഷത, അതായത് നിർബന്ധം കുറച്ച് കൂടുതലാണ് എനിക്ക്. അതായത് മറ്റൊന്നുമല്ല, മുദ്രയ്ക്ക് അനുസരിച്ച് കൊട്ടണം. ഇതുമാതിരി തന്നെയാണ് പാട്ടിൻ്റെ കാര്യത്തിലും. പാട്ട് മുദ്രയ്ക്ക് അനുസരിച്ചായിരിക്കണം. അതായത് ഇപ്പോൾ വേറൊരു കാര്യം, ഈ വാചികാഭിനയം അല്ല കഥകളിയിൽ, ആംഗികാഭിനയമാണ്. പക്ഷേ വാചികം വരുന്നുണ്ടല്ലോ പാട്ടുകാരുടെ, ആ പാട്ടും ആംഗിക ഭാഷയും ഏകദേശം എല്ലാം പറ്റില്ല. എല്ലാ മുദ്രകൾക്കും ഒപ്പം പാടി തീരുമാനം എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ആവുന്നിടത്തോളം ആ പാട്ടും ഈ വേഷക്കാരൻ്റെ പദത്തിനനുസരിച്ചുള്ള മുദ്രയും ഒപ്പാവിയാൽ അത്രയ്ക്ക് നന്ന്. അത് വേണമെന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? ഇതേമാതിരി തന്നെയാണ് എന്തെങ്കിലും ആട്ടത്തിനാണെങ്കിലും അല്ല ഈ പദത്തിനാണെങ്കിലും കുറച്ച് രൗദ്രഭാവമായിട്ടുള്ള പദമാണ് എന്ന് വിചാരിക്കുക. ആ പദത്തിന് കൊട്ടുന്നുണ്ടല്ലോ, അതിൻ്റെയും പിന്നെ അതേമാതിരി തന്നെ ലളിതമായിട്ടുള്ള, അതായത് ശൃംഗാര പദങ്ങൾ, അതിന് കൊട്ടിനും വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. ധാരാളം വേണം എന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ. അല്ല, നിർബന്ധമല്ല, അത് മാത്രമാണ്. അത് വളരെ ശരിയാണ്. ആ ദേഷ്യം ആയിട്ടുള്ള പദം ചൊല്ലിയാടുമ്പോഴും ആട്ടത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പദം ചൊല്ലിയാടുമ്പോഴും ഇപ്പോൾ കുവലയോജനെ അല്ലെങ്കിൽ എന്തെങ്കിലും പതിഞ്ഞ പദം ശൃംഗാര സ്വഭാവമുള്ള പതിഞ്ഞ പദങ്ങൾ ഏതായാലും അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ ഖനം ഒരേമാതിരി കൊടുത്താൽ പറ്റില്ല എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാമെങ്കിലും ചില വ്യക്തികൾ അത് അത്ര ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ നമുക്കൊരു അരോചകം തോന്നും. ഇത് അധികം ഇപ്പോൾ അങ്ങനെ ഒരു മനസ്സിലെ വിഷമം അല്ലെങ്കിൽ അരോചകത്വമായിട്ട് തോന്നാതെ ചെയ്തിരുന്നത് പൊതുവളാശാൻ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. കൃഷ്ണമൂർത്തിദാശൻ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. പദത്തിനായാലും ആട്ടത്തിനായാലും കനം വേണ്ടടുത്ത് കനം അങ്ങനെ ഉണ്ടല്ലോ, ചെയ്യാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ രാമചന്ദ്രൻ്റെ ഉത്ഭവമാണ്, പൊതുവാളാശാൻ്റെ കൊട്ടാണ്, പൊതുവാളാശാന്മാരുടെ രണ്ടാളുടെയും കൂടിയുള്ള കൊട്ടാണ്. അതിന് വേണ്ടത് എങ്ങനെയാണെന്നുള്ള അവർക്ക് നിശ്ചയുണ്ടെന്നല്ല, അങ്ങനെ വരൂ, ഞാൻ അതും കൂടിയുണ്ട്. ഇതിപ്പോൾ എൻ്റെ ആകുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു പതിഞ്ഞപദമാണ്. പതിഞ്ഞപദം ഏത് പതിഞ്ഞപദമായാലും ശൃംഗാര പദത്തിൻ്റെ പതിഞ്ഞപദമാണ്. അപ്പോൾ ആ പതിഞ്ഞപദത്തിന് അനുസരിച്ച്
കൊട്ടണം എന്നുള്ളത് അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല, അറിയാം അദ്ദേഹത്തിന്. അതനുസരിച്ച് കൂട്ടും, അതനുസരിച്ച് കുട്ടിക്കോളും, അങ്ങനെയാണേ. പക്ഷേ ഒരു നിഷ്പക്ഷമായിട്ട്, അതായത് ഒട്ടും മനസ്സിൽ മറ്റൊരു എന്താ പറയുക, മുഖസ്തുതി പറയാതെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും യോജിച്ച് മുന്നോട്ട് പോകലുണ്ടായിട്ടുള്ളത് നമ്മളുടെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടും എൻ്റെ വേഷവും. അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം ഒരു പക്ഷേ ഗോപിയാശാൻ്റെ വേഷത്തിന് കൊട്ടിയിട്ട് തെളിഞ്ഞ ആളാവും ഉണ്ണികൃഷ്ണൻ, അതിൻ്റെ ഒരു കാരണമാവാം. അത് ഉണ്ണികൃഷ്ണൻ പറയേണ്ടതാണ് എങ്ങനെയാണ്. അല്ല, ഞാൻ വേറൊന്ന് പറയാം. അപ്പോൾ അങ്ങയുടെ ആട്ടങ്ങളുടെ സവിശേഷത 2 ഘടകങ്ങൾ എനിക്കൊന്ന് എടുത്തു പറയണം തോന്നുന്നുണ്ട്. അതായത് ഹിംസ്ര മൃഗങ്ങൾ നിറഞ്ഞ ക്രൂരമായ കല്ലും കാട എന്നൊക്കെ പറഞ്ഞിട്ട് ഘോരമായ പെരുമ്പറ പോലെ ശബ്ദം ഉണ്ടാക്കേണ്ട കുറേ മുദ്രകൾ കഴിഞ്ഞിട്ട് അതിനിടയിൽ തളിരു പോലെയുള്ള ഇവളുടെ എന്ന വാക്കുകൾ ഇടയിൽ വരും. അപ്പോൾ ഈ കൊട്ടിൻ്റെ കനത്തിലും ആ മൃദുത്വത്തിലും ആ ഭാവവ്യത്യാസം പ്രകടമാക്കണം. ഇത് അങ്ങയുടെ വേഷത്തിലൂടെ പുതിയ കാല വാദകർ പഠിച്ചതായിരിക്കും. അവിടെ ആ മാറ്റം വരുത്തണം. കാരണം കത്തി വേഷത്തിൻ്റെ കഥയിൽ ഈ മൃദുത്വം വരുത്തുന്ന കാര്യമേ വരില്ല. ശരിയാണ്. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ ശരിയായിരിക്കാം. പക്ഷേ അതിന് 2 കാര്യങ്ങളാണ്. ഒന്നാമത് വേഷക്കാരൻ്റെ മാതിരി തന്നെ ചെണ്ടക്കാരൻ മേളക്കാരൻ, അത് പറയാമല്ലോ. അല്ലാണ്ട് ചെണ്ടക്കാരൻ മാത്രമേ ആയാലും മറ്റേ അതും യോജിച്ചില്ല, മോശമാണല്ലോ, അത് വേണ്ട. എങ്കിലും ശരി, വേഷക്കാരൻ്റെ മുദ്രകൾ എന്താണ് എന്നുള്ളത് മേളക്കാർ, അതായത് പ്രത്യേകിച്ചും ചെണ്ടക്കാർ മുദ്രകളെ സംബന്ധിച്ച് പഠിച്ചിരിക്കണം. ആ മുദ്രകളെ സംബന്ധിച്ച് പഠിച്ചിരുന്നാൽ മാത്രം പോരാ, പാട്ടുകാർ പാടുമ്പോൾ ആ ലാളിത്യം ഉള്ള, അല്ലെങ്കിൽ ശൃംഗാര പദങ്ങൾക്ക് മിക്കതും ലാളിത്യമാണല്ലോ കൂടുതലുള്ളത്. ആ പദങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ചെണ്ടക്കാരനുണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് കൂടി യോജിച്ചുണ്ടാവുമ്പോൾ എന്തുണ്ട്, സ്വയം പിന്നെ ഈ മുദ്ര കാണിക്കുമ്പോഴും അതിൻ്റെ അഭിനയവും കുറച്ച് മനസ്സിലുണ്ടാവണം. അത് പദം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ അഭിനയം ഇന്നതാണ് വരിക എന്നുള്ളതും മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവർക്ക് ആചാര്യന്മാരെ വിട്ടിട്ടാണ് ഞാൻ മാറ്റി പറയുന്നത്. അതായത് പഴയ ആചാര്യന്മാർ എങ്ങനെ ചെയ്തു എന്നുള്ളവിടെ പ്രതിപാദിക്കുന്നേ ഇല്ല. പ്രതിപാദിക്കാൻ ഞാൻ തയ്യാറല്ല. അവർക്കിത് വേണ്ടി വന്നില്ല. ആശാന്റെ വേഷങ്ങൾക്ക് കുട്ടലല്ല അധികം ഉണ്ടായിരുന്ന രാമൂട്ടേശൻ്റെ വേഷത്തിന്. അതെ 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 അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെതിനും വേണ്ടി വന്നിട്ടുണ്ട് ഇതിന്. അതിലൊന്നും അപാകത വന്നിട്ടില്ലേ ഇനി. പക്ഷേ അതിനേക്കാൾ സ്വാദേറിയതായിരുന്നു അടുത്ത തലമുറയിലത്തെ ആദ്യത്തെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഉണ്ണികൃഷ്ണൻ്റെ. അത് സംശയമില്ല. അതെ. അല്ല, ഇപ്പോൾ ഇത് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്, കണ്ണടച്ച് കൊട്ടിയാൽ മതി എനിക്ക് കഥകളി. കലാമണ്ഡലം ഗോപി എന്നൊന്നും പറയാറില്ല. ഗോപിയുടെ സൗഗന്ധ്യം ഭീമനാച്ച മാത്രം ഒന്ന് ഞാൻ കണ്ണു തുറന്ന് കൊട്ടാറുണ്ട് എന്നൊരു വാക്യം പൊതുവാളാശാൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഗോപിയുടെ സൗഗന്ധ്യം ഭീമനാച്ച മാത്രം ഒന്ന് കണ്ണു തുറന്ന് കൊട്ടണം. അത് ആ വേഷത്തോട് അങ്ങ് ചെയ്യുന്നതിനോട് യോജിപ്പിച്ച് കൊട്ടാൻ ശ്രദ്ധ കുറേ കൂടി ആവശ്യമുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ആ വാക്യത്തെ കാണുന്നത്. അതെ 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 തീർച്ചയായിട്ടും. അല്ല, അതേമാതിരി ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഒരു കഥകളിയിൽ ഉണ്ണികൃഷ്ണൻ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ പിൻതലമുറകൾ, അതായത് ഉണ്ണികൃഷ്ണൻ്റെ താഴെയുള്ള തലമുറ ശിഷ്യരെന്ന് പറയാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരെന്ന് പറയാം ഭേദം. ശിഷ്യർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ശിഷ്യരല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ? അതെ. അപ്പോൾ അത് അനുകരിച്ചുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടിനെ അനുകരിച്ചുകൊണ്ട്, അതായത് ഗോപിയാശാൻ്റെ വേഷത്തിന് അനുകരിച്ച് അത് ഉണ്ണികൃഷ്ണാശാൻ കൊട്ടണമാതിരി തന്നെ സ്വാദ് ഉണ്ടാക്കി തീർക്കണം എന്നുള്ളൊരു മനോഭാവം മറ്റുള്ള ആൾക്കാർക്കും കൂടി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ വാക്യത്തെ ഇപ്പോൾ ആശാൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ വാക്യൊന്ന് മാറ്റി പറയാം. പച്ചവേഷങ്ങൾക്കൊരു കൊട്ടുക്രമം ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കുകയും അത് കലാമണ്ഡലത്തിലുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ പാഠ്യക്രമമാവുകയും
പച്ചവേഷത്തിൻ്റെ രംഗാവിഷ്കാരത്തിനും പച്ചവേഷത്തിൻ്റെ കൊട്ട് പ്രകാരത്തിനും ഒരു വ്യവസ്ഥ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. അത് സംഭാവന ചെയ്ത 2 പേരുടെ പേര് പറയുകച്ചാൽ കലാമണ്ഡലം ഗോപി ആശാൻ വേഷത്തിലാണെങ്കിൽ അതിന് സഹായമാവുന്ന ഉണ്ണികൃഷ്ണൻ്റെ കൊട്ടും കൂടി ചേർന്നിട്ടാണ് ഈ പുതിയ പച്ചവേഷത്തിൻ്റെ രംഗഭാഷ ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്, വളരെ വാസ്തവമാണത്. അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എന്ന് പറയില്ല, പക്ഷേ ഞാൻ നിർബന്ധക്കാരനായിരുന്നു. അതായത് അങ്ങനെ തന്നെ, അതായത് ഒരു പച്ച വേഷത്തിന് ശൃംഗാരത്തിന് എങ്ങനെ വേണം, വീരത്തിന് എങ്ങനെ വേണം, രൗദ്രത്തിന് എങ്ങനെ വേണം എന്നുള്ളത് എല്ലാ മാതിരി വേണം എന്നുള്ളത് എനിക്ക് ഉണ്ണീഷനോട് പറയേണ്ടി വന്നിട്ടില്ല. ഉണ്ണീഷൻ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അല്ല, ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതൊരു മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ കാരണം വെച്ചാൽ ഈ ശ്രദ്ധ മുഴുവൻ അവിടെ ഉണ്ട് അർത്ഥം. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ നല്ലോണം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ചിരിക്കലും കളിക്കലൊക്കെ ഉണ്ട്. അല്ല, ചിരിയൊക്കെ വരും, ഇതായിരിക്കും. പക്ഷേ ആ ചിരിക്കുന്നുണ്ടെങ്കിലും വേണ്ടില്ല, ഇത് കൂട്ടാ വിട്ട് പോകണില്ല. അതെ, ആ ശ്രദ്ധ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെ, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിന് ഉള്ളൊരു പ്രാധാന്യമായിരിക്കും ചിരിക്കൽ. അത് പോട്ടെ, അല്ല അതെന്തായാലും വേണ്ടില്ല. ആ ചിരിക്കലെ ഒരു ഇതിലേക്ക് യോജിപ്പിച്ചതായിരിക്കില്ല. വെച്ചാൽ ഇതിനൊരു മുടക്കം വരത്തക്കവണ്ണമുള്ളതല്ല എന്നർത്ഥം. നല്ലോണം അങ്ങനല്ല, ഇത് യോജിച്ച് പോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ണീഷനുണ്ട്. അതായത് എന്തായാലും വലിയ അപാകത വരാതെ മുന്നോട്ട് പോകണം, ഇന്നതുമാതിരി വേണം എന്നുള്ള ആ തോന്നലൊക്കെ ഉണ്ടായാലാണല്ലോ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, സംശയമില്ല. ഇതിൽ മാത്രമല്ല, മുമ്പ് കഥകളിക്ക് പരിചയമില്ലാത്ത പുതിയ ചില രംഗപ്രയോഗങ്ങൾ ഗോപിയാശാനായിട്ട് പുതുതായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉദാഹരണം പറയും, ഇപ്പം ദൈതയെ നിരട്ടിയെടുക്കുമ്പോൾ ആ വാക്ക് വിടലും, അപ്പോൾ അവർക്ക് മേളം ചേർന്നാലേ അതിന് ഭംഗി വരുള്ളൂ. അതുപോലെ ഇപ്പോൾ 7 നില മാളിക എന്ന് മുദ്ര പിടിക്കുകയാണെന്ന് വെച്ചാൽ ആ മുദ്ര പിടിക്കുന്നത് അങ്ങനെ ഒരു രീതിയിട്ട് ഒരു പ്രത്യേക കണക്കിൽ ആ മുദ്ര പൂർത്തിയാവും. അങ്ങനെ കുറേ സന്ദർഭങ്ങൾ അതിനു മുമ്പ് കഥകളി കണ്ടതല്ല, കഥകളി വേദി അതിനു മുമ്പ് പരിചയപ്പെട്ടതല്ല. അങ്ങനെ പുതിയ ചില ആട്ടഭാഷകൾ വരിക, അതിന് യോജിക്കുന്ന കൊട്ടുണ്ടാവുക. അങ്ങനെയാണ് പച്ചവേഷത്തിനൊരു കൊട്ട് പ്രകാരം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റൂ. അതായത് വിശ്വസിക്കുകയല്ല, തർപ്പിച്ച് പറയാം എന്ന് തന്നെ പറയാം. അതേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മിക്ക ആൾക്കാർ, ഞാൻ പേരെന്നെ പറയാം. ഇപ്പോൾ നമ്മളുടെ കലാമണ്ഡലം കൃഷ്ണദാസ് മനസ്സിലായില്ലേ? കൃഷ്ണദാസ് ഈയിടെയായിട്ടാണ് യോജിച്ച് പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീഷൻ ഇല്ലാത്തടത്തേക്ക് വരുന്നു, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ളത് കുറച്ചൊരു പരിഭ്രമവും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ എങ്കിലും ശരി, ഇപ്പോൾ അയാൾക്കൊരു പരിഭ്രമം ഇല്ലാണ്ട് സുഖമായിട്ട് കാര്യം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതായത് കൊട്ടാറായിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഉണ്ണീഷനാണ്. സംശയമില്ലാത്ത കാര്യമാണ്. വഴി എന്തായാലും എന്തിനും ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കലും ചീത്ത വഴി കാണിച്ചു കൊടുക്കലും രണ്ടും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ നല്ല വഴി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കത് സ്വീകരിക്കണമെന്ന് തോന്നി, അങ്ങനെ ചെയ്യണു. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഉണ്ണീഷൻ്റെ ശിഷ്യർ അല്ല, അത് പോട്ടെ, ഉണ്ണീഷൻ്റെ ശിഷ്യർ അത് പോട്ടെ. ശിഷ്യരുടെ കാര്യം പറയാം. നമ്മളെ തിരുവല്ല ഉണ്ണീഷൻ, അതായത് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഇപ്പം മറന്നു. തിരുവല്ലയിലേ കൂടി കുട്ടപ്പ മഹാരാജാണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഉണ്ണീഷൻ എന്ന് പറഞ്ഞത്. ഉണ്ണീഷൻ്റെ കൊട്ടും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ്. അതായത് ഇപ്പോൾ അയാൾക്ക് പരിഭ്രമമില്ലാതെ കൊട്ട, എൻ്റെ വേഷമാണെങ്കിൽ മറ്റു വന്നിരുന്നതിന് മുമ്പ് പേടിയായിരുന്നു. അത് പേടിയായിരുന്നു. പേടി മാത്രമല്ല, അത് നേരെയാവില്ല എന്നൊരു തോന്നലും അങ്ങനെ ഒരു. ഇപ്പം അതല്ല, ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾ വെച്ചാൽ കുറേ യോജിച്ച് പോകണം എന്നുള്ള ആഗ്രഹക്കാരനുമാണ്, ഇതുമാതിരി നല്ല ശ്രദ്ധക്കാരനുമാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് കലാമണ്ഡലം ഉണ്ണീഷൻ്റെ ശിഷ്യന്മാരല്ലാണ്ട് തന്നെയുള്ള ആൾക്കാരുടെ കാര്യം പറയും, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പേര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതൊക്കെയും കാരണക്കാരൻ ഉണ്ണീഷനാണ്, അത് പറയാതെ വയ്യ. എൻ്റെ വേഷം എപ്പോഴും എവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, എൻ്റെ വേഷത്തിന് കൊള്ളണമെന്നില്ല. ഇപ്പോൾ കൃഷ്ണദാസനെ ഇപ്പോൾ അധികം വെച്ചാൽ ആദ്യമൊന്നും കൊട്ടാൻ വന്നിരുന്നതില്ല. അതിൻ്റെ കാരണം ഒന്ന് ഉണ്ണീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ആൾക്കാർ, സംഘാടകർ എല്ലാവരും പറയുക തന്നെ ചെയ്യും. ഞാൻ വിളിക്കണമെന്ന് പറയാണ്ട് തന്നെ സംഘാടകർ ഇങ്ങോട്ട് പറയും, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ്റെ വേഷത്തിന് ഉണ്ണീഷൻ ആശാൻ തന്നെ വേണം കൊട്ടാൻ എന്നുള്ളത് പറയാറുണ്ട്. എന്താ അതിന് കാരണം? യോജിച്ച് പോകാൻ ഇതാണ്. അപ്പോൾ അന്ന് അല്ലെങ്കിൽ അവിടെ
നമ്മൾ കൃഷ്ണദാസും ഉണ്ടാവാറുണ്ട്. കൃഷ്ണദാസ് രണ്ടാമത്തെ കഥയ്ക്ക് പോവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തിൻ്റെ ഈ കൃഷ്ണദാസിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ ഉണ്ണീഷൻ കൊട്ടേണ്ടത് എങ്ങനെയെന്നുള്ളത് അങ്ങേപ്പുറത്ത് കേൾക്കും. ഒന്നുകിൽ ഇരുന്ന് കേൾക്കും, അല്ലെങ്കിൽ മറ്റേ മുമ്പിൽ പോയിരുന്ന് കേൾക്കും, അല്ല എങ്ങനെയായാലും ശ്രദ്ധിക്കുന്ന അർത്ഥം ഇതാണ് പറയാനുള്ളത്. നല്ലോണം ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിട്ട് അതേമാതിരി വരുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ണീഷൻ അല്ല കൃഷ്ണദാസിന് നല്ലോണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലപ്രദം കാണാനുമുണ്ട്. അത് ആരെയും വലിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ ഉണ്ണീഷൻ്റെ ശിഷ്യരായിട്ടുണ്ടല്ലോ ആൾക്കാർ, അവരൊക്കെ ഇപ്പോൾ കലാമണ്ഡലത്തിലുള്ള ശിഷ്യന്മാരും മിക്ക ആൾക്കാരും ഇതിൽ ഈ കാര്യങ്ങളിലേക്കൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഈ നമ്മളുടെ MA ക്ലാസ് ഉണ്ടായിരുന്നല്ലോ കലാമണ്ഡലത്തിൽ. MA ക്ലാസ്സിന് നളയിരുന്നാണ് ചൊല്ലിയടുപ്പിച്ചിരുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞ മാതിരി മേളത്തിൻ്റെ സ്വാധീനം നല്ലോണം വേണം, വേണ്ടേ? ഒപ്പം ഉണ്ണീഷൻ വന്നിരിക്കും ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അന്ന് ഈ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്ക് കാറുകോടകൻ്റെ തിരനോട്ടത്തിന് ഒരു പുതുക ഉണ്ടാക്കി, ഒരു പുതിയ തിരനോട്ടത്തിൻ്റെ മനസ്സിലായില്ലേ? അത് ഉണ്ണീഷനായിട്ട് ഒന്ന് സംസാരിച്ചു എങ്ങനെയാണെന്നുള്ളത് അവിടെ ചിട്ടപ്പെടുത്തി. അല്ല, ഉണ്ണീഷൻ വന്നിരുന്നിട്ട് ആ ചിട്ട എല്ലാവർക്കും പിടിച്ചു, ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ചില പുറത്തൊക്കെ ഉണ്ടായിട്ട് അത് ചെയ്യാൻ അന്നത്തെ കുട്ടികൾക്കൊക്കെ നിശ്ചയമുണ്ടായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാരെ പഠിപ്പിച്ച് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിൻ്റെ കാര്യത്തിൽ അവിടെയും ഉണ്ണീഷൻ്റെ കൈ തന്നെ വേണ്ടി വന്നു എന്നർത്ഥം. ഇതിങ്ങനെ വേണം അവിടെ കൊട്ടാൻ. പക്ഷേ തിരനോട്ടത്തിന് എപ്പോഴും 3, 1, 4 എണ്ണമാണല്ലോ ഉള്ളത്. അല്ല, സാധാരണ കത്തിവേഷനായാലും 4 ആണല്ലോ. ആ 4 എണ്ണത്തിലും വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞത് അവസാനത്തെ വരുമ്പോൾ ഈ അവിടെ കുറച്ച് ഖനം കൂട്ടിയിട്ട് തന്നെയാണെങ്കിൽ പോലും ഒരു സർപ്പത്തിൻ്റെ ഖനം വരുത്താനുള്ള. അതെ. അല്ല, അപ്പോൾ അതും ഉണ്ണീഷൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അത് കാരണം കൊണ്ട് എന്തുണ്ട് എന്ന് വിചാരിച്ചാൽ ഇപ്പോഴത്തെ എനിക്കറിയില്ല, അപ്പോഴത്തെ കലാമണ്ഡലത്തിലത്തെ സ്ഥിതി എനിക്കറിയില്ല. എങ്കിലും ശിഷ്യന്മാർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ണീഷൻ്റെ അതായത് ഒപ്പം വന്നിരിക്കാറുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനേ. അല്ല, ഇപ്പം അത് അരങ്ങ് പ്രചാരാവുകയും ചെയ്തു. അത്ര ഒരു തിരനോക്ക് അതിനൊരു കൊട്ടുഭാഷയും ഉണ്ടായിക്കഴിഞ്ഞു. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നു. അതെ. അല്ല, അതിനും ഉണ്ണീഷൻ്റെ മേൽനോട്ടം കൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ആശാന്റെ മാർഗനിർദ്ദേശവും ഉണ്ണീഷൻ്റെ മേൽനോട്ടവും. അതെ അതെ. അപ്പോൾ അതിന് അല്ല, എന്തുകൊണ്ടും ഈ കഥകളിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് 4 അതായത് വേഷവും പാട്ടും മേളവും 3 എണ്ണവും യോജിച്ച് നിന്നാൽ മുമ്പിൽ വന്ന് കളി കാണാൻ വന്നിരിക്കുന്ന ആസ്വാദകരുണ്ടല്ലോ, അവർക്ക് തൃപ്തിയായിട്ടുള്ളൊരു പഞ്ചാരപ്പായസോ പാലടയോ കഴിച്ചതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, അനവധി ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. ഈ 3 പേരും കൂടി യോജിച്ച് കഴിഞ്ഞാൽ, അതായത് പാട്ടും കൊട്ടും വേഷം കൂട്ട് യോജിച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ അല്ല, അത് ഇപ്പോൾ എൻ്റെ ഇതിന് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എത്ര ഉണ്ടായിട്ടുണ്ട് ചോദിച്ചാൽ ഉണ്ണീഷൻ തന്നെ അറിയുള്ളൂ. എനിക്കും ഇപ്പോൾ എത്ര വേഷം കെട്ടിയിട്ടുണ്ട് അത് എനിക്കും അറിയില്ല. അല്ല, ഈ നളയരുത് ഒരുപാട് കെട്ടിയിട്ടുണ്ടല്ലോ. അതുമാതിരി മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കിനും ശരി, ഇപ്പോൾ ഈ കർണൻ ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ കർണന് സ്വതവേ ആദ്യം നമ്മളുടെ ഈ ചങ്ങമ്പുഴ ഉണ്ടല്ലോ, ചങ്ങമ്പുഴയുടെ രമണൻ പുസ്തകം ഉണ്ടല്ലോ, അതിനെ അവഗണിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, അന്നത്തെ അല്ല ഇന്നത്തെ, അതിന് നല്ല പ്രാധാന്യം കൊടുക്കും. രമണൻ പൈങ്കിളി സാഹിത്യമാണ്. അതെ അതെ അതെ. അതേമാതിരി ഈ കർണൻ ഞാനും ശിവരാമനും കൂടിയിട്ട് അതിൻ്റെ മുമ്പേ തെക്കുണ്ടായിട്ടുണ്ട്. മാങ്കുളവും പാർക്കുട്ടിയും മാങ്കുളവും മാധവൻകുട്ടിയും കൃഷ്ണനാരാശാനും കരുണാനാരാശാനും ഒക്കെ ആയിട്ട് കർണശബ്ദം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർണശബ്ദം തുടർച്ചയായിട്ട് വേണം എന്നുള്ള നിർബന്ധവും അത് ഞാനും ശിവരാമനും വേണം എന്നുള്ളതും അതിന് ഉണ്ണീഷൻ തന്നെ കൊട്ടണം എന്നുള്ളതും ആൾക്കാർക്ക് തോന്നാൻ കാരണം അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, കൂട്ടിയോജിപ്പ് അങ്ങേയറ്റവും സ്വാദിഷ്ടമാക്കി തീർക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും കൂട്ട്. അതായത് പാട്ടിന് അന്ന് ഹൈദരാലിയാണ് ശരിക്കും പറയണമെങ്കിൽ
അന്നത്തെ ഇതിൽ പാട്ടിനൊരു ദോഷമുള്ളത് എന്താ വെച്ചാൽ അപ്പോഴും കുറ്റം പറയുകയാണ് ധരിക്കരുത്. പാട്ടുകാർ സ്വതവേ ഇതൊന്നും ആലോചിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്നുമല്ല, വേഷത്തിനാണ് പാടുന്നത്, വേഷക്കാരൻ്റെ മുദ്രയ്ക്കാണ് പാടുന്നത് എന്നുള്ളൊരു ധാരണ അവർക്ക് വേണം. ഉണ്ടായാൽ കൂടുതൽ നന്ന്, അത്രയ്ക്ക് ഇനി പറയാൻ വയ്ക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചെമ്പടയിലെ 2 താളവട്ടം കൂടുമ്പോഴാണല്ലോ ഒരു താളവട്ടം വരുന്നത്. 2 താളവട്ടം തീ എന്നുള്ളത് ഉണ്ടല്ലോ. 8 16 പിടിക്കുക. അതെ, അത് 2 കൂടുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. അതായത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഒരു പദം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ചരണത്തിൻ്റെ ഒരു വരി തുടങ്ങിയാൽ അവസാനമാകുമ്പോഴേക്കും കഴിയാതെ അങ്ങേപ്പുറത്തേക്ക് കൊണ്ടുവച്ചാൽ മോരും മുതിരയും പോലെ ബാക്കി കിടക്കും. അതെ. അപ്പോൾ അതിനെ ഞാൻ അത് ഇഷ്ടപ്പെടാത്ത ആളാണ്. എനിക്കുള്ള ചില ദുർവാശിന്നോ എന്താ വെച്ചാൽ അത് അങ്ങനെ പറയാം. അപ്പോൾ എന്തിനും ഒരു പ്രത്യേകത ഇല്ലാണ്ടാവും. ഈ പദവും മുദ്രയും വേഷക്കാരൻ്റെ ഇതൊക്കെ കൂട്ട് ഒരു ഭംഗിയായി മാറും അത്. അപ്പോൾ അത് കൂടാതെ കഴിക്കണമെങ്കിൽ പാട്ടുകാർ അതിൻ്റേതായിട്ടുള്ള നേരെ മറിച്ച് മേളപ്പദമാണ്. എങ്ങനെയാവാം, രാഗവും മാറ്റാം, പാട്ട് തുടങ്ങാം. അത് 2 താളവട്ടത്തിൽ കഴിയേണ്ടത് 4 താളവട്ടമാക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു താളവട്ടത്തിൽ ചെമ്പയാണ്, ഒരു താളവട്ടത്തിൽ കഴിയേണ്ടത് 2 താളവട്ടത്തിൽ കഴിയേണ്ടത് വേഷക്കാരനെ ആശ്രയിക്കണ്ടല്ലോ. അവർ ആശ്രയിക്കേണ്ട എന്നല്ല, അത് അങ്ങനെയാണെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ല. മനസ്സിലായില്ലേ? അല്ല, അത് ഇപ്പോൾ സ്വാതന്ത്ര്യം പാട്ടുകാരുടെ മാത്രമാണ്. അതേ കാര്യം തന്നെ മേളപ്പദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേളക്കാർക്കും പാട്ടുകാർക്കും സ്വാതന്ത്ര്യമായിട്ട് പെരുമാറാൻ അവസരമാണത്. നേരെ മറിച്ച് അതേമാതിരി നമ്മളുടെ വേഷത്തിന് പാടാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല. അത് സ്വയം അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് എല്ലാവരും. നല്ല കാര്യം ചെയ്യാവൂ, അത് നന്നാവുക.